Hi friends, നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കിഡിലൻ മാംഗോ കേക്ക് ആണ്. വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ കേക്കിന്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഓവണോ ബീറ്ററോ ഒന്നുമില്ലാതെ തന്നെ ഇത്ര എളുപ്പത്തിൽ ഒരു കേക്ക് ഉണ്ടാക്കാൻ പറ്റുന്നെങ്കിൽ എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാലോ. അപ്പൊ നമുക്ക് എങ്ങനെ നമ്മുടെ മാംഗോ കേക്ക് തയ്യാറാക്കി എടുക്കാൻ നോക്കാം. അതിനായി ഞാനിവിടെ നല്ല പഴുത്തൊരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ ഇതുപോലെ ക്ലീൻ ചെയ്ത് തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് മാംഗോയുടെ ഒരു പ്യൂരി ഉണ്ടാക്കണം. അതിനായി ഞാൻ ഈ മാങ്ങ ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കാൻ പോവാം. ഇതാ ഞാനിപ്പോ ആ മാങ്ങയൊക്കെ കട്ട് ചെയ്ത് നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നീ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ആക്കി നമുക്ക് അരച്ചെടുക്കാം. വെള്ളം ഒന്നും ഒഴിക്കാതെ അരച്ചെടുക്കാം. ഇപ്പൊ നല്ല പേസ്റ്റ് പോലെ അരച്ചു. നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മള് എപ്പോഴും മാങ്ങ എടുക്കുമ്പോൾ നല്ല മധുരമുള്ള നല്ല കളറുള്ള മാങ്ങ എടുക്കാൻ നോക്കുക. അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടാവും, നല്ല കളർ ഉണ്ടാവും. ഞാനിവിടെ ഇതുപോലെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച് നമ്മുടെ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോ ഫ്ലെയിം ഒന്നും ഓൺ ചെയ്തിട്ടില്ല. നമുക്ക് ഇതിൽ ഷുഗറും കൂടി ആഡ് ചെയ്യണം. എന്നിട്ട് മാത്രം ഫ്ലെയിം ഓൺ ചെയ്താൽ മതി. ഞാൻ ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോ മാങ്ങയ്ക്ക് മധുരം കുറവാണെങ്കിൽ ഒരു 5 or 6 ഒക്കെ ആഡ് ചെയ്ത് കുഴപ്പമില്ല. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്തിട്ട് ഈ ഷുഗറൊക്കെ ഒന്ന് മെൽറ്റ് ആവുന്ന നല്ലോണം ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്ക് ഇളക്കി കൊടുക്കാനായിട്ട്. ഇപ്പൊ നമ്മുടെ ഷുഗറൊക്കെ ചെറുതായിട്ടൊന്ന് മെൽറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് മെൽറ്റ് ആകുമ്പോൾ അതിൽ ചെറിയൊരു ലൂസാവും. നമ്മുടെ ഈ മാംഗോയുടെ പൾപ്പ് ചെറുതായിട്ട് ലൂസാവും. അപ്പൊ അതൊന്നും കൂടി ഇളക്കിയിട്ട് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കുറച്ചുകൂടി നേരം ഇളക്കിയിട്ട് ഒന്ന് തിക്ക് കൺസിസ്റ്റൻസി ആക്കാം. ഇപ്പൊ ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വയ്ക്കാം. നമുക്ക് കേക്ക് ഉണ്ടാക്കാം. കേക്ക് തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു ബൗൾ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം 1/2 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പൊടിച്ച പഞ്ചസാരയാണ് ആഡ് ചെയ്യേണ്ടത്. നമ്മൾ പൊടിച്ചതിന് ശേഷം 1/2 കപ്പാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പോളം ഓയിൽ, സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ സൺഫ്ലവർ ഓയിലിന് പകരം നിങ്ങൾക്ക് ബട്ടർ ആയാലും മതി. 1/2 കപ്പ് മെൽറ്റഡ് ബട്ടർ തന്നെ ആയിരിക്കണം 1/2 കപ്പ് ആഡ് ചെയ്യാം. നമുക്ക് അതിലേക്ക് സിനമൺ പൗഡർ ഒരു 2 പിഞ്ച്, ഒരു 1/4 ടീസ്പൂൺ താഴെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് 1 കപ്പ് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. പാലൊക്കെ ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ള പാല് വേണം ആഡ് ചെയ്യാനായിട്ട്. ചൂടുള്ളതോ തണുത്തതോ ആയ പാൽ ഒരിക്കലും ആഡ് ചെയ്യരുത്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഈ സിനമൺ പൗഡറിന് പകരം 1 ടീസ്പൂൺ വാനില എസൻസ് അതിൽ ഒഴിച്ചാൽ മതി. നമുക്ക് അതിലേക്ക് 1/2 കപ്പ് മൈദ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് അരിച്ചിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. നമ്മളിതിൽ മെഷർമെന്റ് ഒക്കെ എടുക്കുമ്പോ കപ്പ് കണക്കെന്ന് പറയുമ്പോ നിങ്ങൾ ഏത് കപ്പിലാണോ അളവെടുക്കുന്നത് ആ കപ്പിൽ എല്ലാ മെഷർമെന്റ് എടുത്താൽ മതി, കറക്റ്റ് ആവും. ഇനി നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ബേക്കിംഗ് പൗഡർ ഇപ്പം ഇല്ലെങ്കിൽ അതിന് പകരം 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയിൽ 1 ടീസ്പൂൺ വിനീഗർ ഒഴിച്ചിട്ട് ആഡ് ചെയ്താലും മതി. ഇനി ഞാൻ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നേരത്തെ ബേക്കിംഗ് സോഡയും വിനീഗറും കൂടിയിട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ ഈ സ്റ്റെപ്പ് വേണ്ട, സ്കിപ്പ് ചെയ്തോ. ഇനി ഒരു നുള്ളു ഉപ്പ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലോണം അരിച്ചെടുക്കാം. നമ്മൾ ഈ അരിക്കണ എന്തിനാന്ന് വെച്ചാൽ ഈ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും അതുപോലെ ഉപ്പും ഈ മൈദയൊക്കെ കൂടി നല്ലോണം മിക്സ് ആവാൻ വേണ്ടി ഇങ്ങനെ അരിച്ചെടുക്കുന്നത്. പിന്നെ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, ബേക്കിംഗ് പൗഡറിന് പകരം ബേക്കിംഗ് സോഡയും വിനീഗറും കൂടി ആഡ് ചെയ്യാന്ന് പറഞ്ഞില്ലേ. ആ ബേക്കിംഗ് സോഡയും വിനീഗറും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ ആ പാലൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് വേണം ആഡ് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് നേരത്തെ എടുത്തു വെച്ച മാംഗോ പ്യൂരിന്ന് ഒരു 4 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോ ഞാനിതിൽ കളറൊന്നും ആഡ് ചെയ്യുന്നില്ല. ഞാൻ മാങ്ങയ്ക്ക് അത്യാവശ്യം കളർ ഉണ്ടായി. നല്ല യെല്ലോ കളറുള്ള മാങ്ങ ആയതുകൊണ്ട് എനിക്ക് കളർ ആഡ് ചെയ്യേണ്ടി വന്നില്ല. നിങ്ങൾക്ക് നല്ല കളർ വേണമെങ്കിൽ യെല്ലോ കളർ ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഈ മാംഗോ പ്യൂരി ഉണ്ടാക്കുമ്പോൾ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാലും അത്യാവശ്യം കളർ കിട്ടിക്കോളും. ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. കേക്കിന് മിക്സ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു സൈഡിലേക്ക് തന്നെ ഇങ്ങനെ മിക്സ് ചെയ്യണം. ഓവർ മിക്സിങ് പാടില്ല, അതൊക്കെ ശ്രദ്ധിച്ചോളൂ. ഇപ്പൊ വിസ്ക് ഒന്നും വേണമെന്നില്ല. നിങ്ങൾക്ക് വിസ്ക് ഇല്ലെങ്കിൽ ഫോർക്ക് ഉപയോഗിച്ചായാലും നല്ല സോഫ്റ്റ് ആയിട്ട് മിക്സ് ചെയ്താൽ മതി. ഓവർ മിക്സിങ് പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസി നമ്മൾ നിർത്തിക്കോ. നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാൻ ഞാൻ ഇവിടെ നോൺസ്റ്റിക്കിന് ഒരു പാൻ ഇതുപോലെ ഒരു തട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ പാൻ ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം.
ഞാൻ ഇത് മൂടി പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് എയർ പുറത്ത് പോകാതിരിക്കാൻ. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു ബൗൾ എടുത്തിട്ട് അതില് നല്ലോണം ബട്ടർ സ്പ്രെഡ് ചെയ്തെടുക്കാം. ബട്ടർ അല്ലെങ്കിൽ ഓയിലായാലും സൺഫ്ലവർ ഓയിലായാലും മതി, ഒരു കുഴപ്പമില്ല. നല്ലോണം സ്പ്രെഡ് ചെയ്തെടുക്കാം 4 സൈഡിലും. ഞാനിത് എന്തിനാ ചെയ്യുന്ന വെച്ചാല് ഇപ്പൊ കേക്ക് സെറ്റ് ചെയ്യാൻ പോണത് ആദ്യം ഞാൻ ഈ ബൗളിലാണ്. അപ്പോ കേക്ക് വെന്തതിന് ശേഷം റെഡി ആയതിനു ശേഷം നമുക്ക് ചൂടാറിയിട്ട് ഇത് വിട്ട് കിട്ടാൻ വേണ്ടിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ബട്ടർ ഇട്ടിട്ടുണ്ട്. അതിൽ ഞാൻ കുറച്ച് മൈദ കൂടി ഇട്ടിട്ട് 4 സൈഡിലേക്ക് നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നല്ലോണം 4 സൈഡും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ ഇതുപോലെ. ഇപ്പൊ നിങ്ങളിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ഇതിന് പകരം ബട്ടർ പേപ്പർ ആഡ് ചെയ്താൽ മതി. ഇനി നമുക്ക് അതിക്ക് കേക്കിന്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. കാരണം ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം എപ്പോഴും. ഞാൻ പറഞ്ഞ കറക്റ്റ് മെഷർമെന്റിൽ എടുത്തു കഴിഞ്ഞാല് വളരെ സോഫ്റ്റ് ആയിട്ട് സ്പോഞ്ചി ആയിട്ടുള്ളൊരു കേക്ക് നമുക്ക് കിട്ടും. അപ്പോൾ അത് ഞാൻ ഇതിൽ പകുതി ഒഴിക്കുന്നുള്ളൂ. പകുതി ഞാൻ വേറൊരു സ്റ്റീൽ ബൗളിലും കൂടി സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിപ്പോ റെഡി. നമുക്കിതൊന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടി ഇങ്ങനെ ടാപ്പ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് സ്റ്റീലിൽ കൂടി കാണിച്ചു, സ്റ്റീൽ പാത്രത്തിൽ കൂടി കാണിച്ചു തരാം എങ്ങനെയാണ്. ഞാൻ ആ സ്റ്റീൽ പാത്രം ഇതുപോലെ തന്നെ ബട്ടറും മൈദയും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിക്ക് ബാക്കിയുള്ള കേക്കിന്റെ മിക്സ് കൂടി ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇതും ജസ്റ്റ് ഒന്ന് ഇതുപോലെ തന്നെ ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് പോകാൻ വേണ്ടി ഞാൻ ടാപ്പ് ചെയ്യുന്നത്. ഇനി നമ്മള് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച ആ പാനിക്ക് നമ്മുടെ കേക്കിന്റെ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ പാത്രം ഇതിലൊക്കെ ആഡ് ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. നല്ല ചൂടായിരിക്കും നമ്മളെ പാത്രം, കൈയൊക്കെ പൊള്ളിപ്പോവും. നമുക്കിതുപോലെ മൂടി വെച്ചിട്ട് ഒരു 35 മുതൽ 45 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിക്കാം. ഇപ്പൊ ഏകദേശം ഒരു 40 മിനിറ്റ് കഴിഞ്ഞു. നമുക്കൊന്ന് തുറന്ന് നോക്കാം നമ്മളെ കേക്ക് ഒന്ന് വെന്തിട്ടുണ്ടോന്ന്. ഇതുപോലെ ഒരു കത്തി എടുത്ത് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുന്നുണ്ട്. ഇപ്പൊ എന്റെ കത്തിയമേല ഒന്നുമില്ല. അപ്പൊ അത് വെന്തിട്ടുണ്ടെന്ന് അർത്ഥം. ബാറ്റർ എന്തെങ്കിലും ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ വെന്തിട്ടില്ല. അപ്പൊ നമ്മളൊരു കുറച്ചുകൂടി നേരം വെക്കണം. അപ്പൊ വെന്തിട്ടുണ്ട്. ഞാൻ ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമ്മളെ കേക്ക് നല്ലപോലെ ചൂടാറി ഞാൻ ഇതൊരു വേറൊരു പാത്രത്തേക്ക് മാറ്റാൻ പോവാ. ഇതേപോലെ ഒരു ബൗളിലേക്ക് ഞാൻ കമത്തുന്നുണ്ട്. ചൂടാറിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വിട്ട് കിട്ടും. അപ്പൊ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കറക്റ്റ് വെന്ത് അടിപൊളി കേക്ക് ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഇത് കാണുമ്പോൾ തന്നെ അറിയില്ല, ഭയങ്കര സോഫ്റ്റ് ആണ്. ഇത്തിരി തിന്നായിട്ടിരിക്കാൻ കാരണം ഞാനിപ്പോ നിങ്ങൾക്ക് 2 പാത്രത്തിലിട്ട് കാണിച്ചിരുന്ന കാരണം തിന്നായിട്ടിരിക്കുന്നത്. ഗ്ലാസ്സിലും അതുപോലെ സ്റ്റീലിലും കാണിച്ചിരുന്നു. നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് മുഴുവനും ഒരു പാത്രത്തിൽ സെറ്റ് ചെയ്താൽ മതി. ഇപ്പൊ ഞാൻ സ്റ്റീലിന്റെ കൂടി എടുത്ത് കാണിച്ചു തരാം. കണ്ടോ, ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ കേക്കിന്റെ ബാറ്റർ ബൗളിലേക്ക് ഒഴിക്കുന്ന ടൈമില് ഒരിക്കലും നിറച്ചൊഴിക്കരുത്. ഒരു 3/4 ഭാഗത്തിൽ ഒഴിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ കേക്ക് ബേക്ക് ചെയ്ത് വരുമ്പോൾ പുറത്തു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ 3/4 ഭാഗം മാത്രം ഒഴിക്കാൻ പാടുള്ളൂ. നമുക്ക് നമ്മുടെ കേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതിനെ ഞാൻ അങ്ങനെ ഒരു പീസ് എടുത്തിട്ട് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് നൈസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. വളരെ നൈസായിട്ട് കട്ട് ചെയ്യാം. ഞാൻ വലിയ ഡെക്കറേഷൻ ഒന്നും കാണിക്കുന്നില്ല. എല്ലാവരും ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ഡെക്കറേഷനാണ് കാണിക്കുന്നത്. വിപ്പിംഗ് ക്രീം ഒന്നും യൂസ് ചെയ്യാണ്ട് ഞാൻ കാണിക്കുന്നത് ഇവിടെ. ആ സ്ലൈസ് ചെയ്ത പീസസ് ഇതേപോലെ നമ്മുടെ കേക്കിന്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കും ഓരോന്ന്. പിന്നെ നിങ്ങൾക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കിച്ച മാംഗോ പ്യൂരിയിൽ ബാക്കി ഉണ്ടെങ്കിൽ, ആ പൾപ്പ് ഉണ്ടാക്കിയാലോ, അതിൽ ബാക്കി ഉണ്ടെങ്കിൽ ഈ സമയത്ത് വേണമെങ്കിൽ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് മുകളിൽ ഇതേപോലെ മാംഗോ സ്ലൈസസ് ആഡ് ചെയ്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് വരും. പിന്നെ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ അതിൽ ബാക്കി ഉണ്ടെങ്കിൽ, കുറച്ചധികം ബാക്കി ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നമ്മുടെ കേക്ക് ഒന്ന് കട്ട് ചെയ്ത് ലെയർ ആക്കിയിട്ട് ആ ലെയർ സെന്ററിൽ ഇതേപോലെ ഈ പ്യൂരൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് 2 ലെയർ ആക്കി സെറ്റ് ചെയ്യാം. അപ്പോഴും നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതുപോലെ നല്ലോണം ഈ അങ്ങനെ വെക്കുമ്പോൾ നമ്മളെ കേക്കിന് വളരെ നല്ല ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. ഈ ഡെക്കറേഷനൊക്കെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒന്നും ചെയ്തില്ലെങ്കിൽ ആ കേക്ക് മാത്രം കഴിക്കാനായാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ആ മാംഗോന്റെ കറക്റ്റ് ഫ്ലേവർ കിട്ടും. അപ്പൊ നമ്മുടെ മാംഗോ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പൊ നാട്ടിലൊക്കെ ആകുമ്പോൾ മാങ്ങ അത്യാവശ്യം കിട്ടുന്ന സമയമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്നു വിചാരിക്കുന്നു. അതുപോലെ എന്തെങ്കിലും സജഷൻസ് ഡൗട്ട്സ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടാം. പിന്നെ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.